നടൻ ഉല്ലാസ് പന്തളം മിമിക്രി ആർട്ടിസ്റ്റായും പലർക്കും സുപരിചിതനായ താരത്തിന്റെ അവസ്ഥ കണ്ട് ഇപ്പോൾ എല്ലാവരും അദ്ദേഹത്തിനോട് കാര്യം ചോദിക്കുകയാണ്. ഇത്രയും നാളും സ്വന്തം ജീവിതം നോക്കി ജീവിക്കുകയായിരുന്നു. ആരോടും സഹായം ചോദിച്ചില്ല, ഇപ്പോഴും ചോദിക്കുന്നില്ല. എന്നാൽ സഹായം കൈനീട്ടി തരുന്നവരുടെയൊക്കെ തന്നെ സ്വീകരിക്കുന്നുണ്ട്. അവരോടൊക്കെ എന്ത് പറയണമെന്നറിയാത്തത് കൊണ്ടായിരിക്കാം നടൻ ഉല്ലാസ് പന്തളം അതെല്ലാം സ്വീകരിക്കുന്നത് എന്ന് തോന്നുന്നു. പ്രേക്ഷകർ ഇപ്പോൾ അതാണ് പറയുന്നത്. രണ്ട് പറക്കമുറ്റാത്ത കുട്ടികളെയും കൊണ്ട് പുതിയൊരു ജീവിതം തുടങ്ങിയപ്പോൾ ഒരുപാട് വിമർശനങ്ങൾ കേട്ടിരുന്നു. ചുറ്റുമുള്ളവർ അതിനെക്കുറിച്ച് കുറ്റം പറഞ്ഞിരുന്നു. ഭാര്യയെ കൊന്നിട്ടാണോ രണ്ടാം വിവാഹം കഴിക്കാൻ വേണ്ടി ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. എന്നാൽ അവിടെ നിന്നൊക്കെ തന്നെയും അതൊക്കെ കള്ളമാണെന്ന് തെളിയിച്ചുകൊണ്ട് ഉല്ലാസ് പന്തളം എന്ന നടൻ വിജയിക്കുകയായിരുന്നു. അദ്ദേഹത്തിൻ്റെ ജീവിതം പക്ഷേ മറ്റൊരു ദുർവിധിയായിരുന്നു അദ്ദേഹത്തിനായി ഒരുക്കി വെച്ചിരുന്നത്. ഇപ്പോഴിതാ അദ്ദേഹത്തിന് സ്ട്രോക്ക് സംഭവിച്ചു. കൈ അനക്കാനോ ഒന്ന് സംസാരിക്കാനോ പോലും സാധിക്കുന്നില്ല. ആരും തിരിച്ചറിയുന്നില്ല എന്ന് പറയുന്നത് മറ്റൊരു സത്യം. കിടപ്പിൽ തന്നെയായിരുന്നു. കുറേയധികം നാളുകളായി തന്നെ കിടക്കാൻ മാത്രമേ അദ്ദേഹത്തിന് സാധിച്ചിരുന്നുള്ളൂ. അതുകൊണ്ട് തന്നെ മുഴുവൻ കിടപ്പിലായിരുന്നു. ശരീരമാകെ മാറി. അദ്ദേഹം ഇനിയും മിമിക്രി കലാരംഗത്തേക്ക് തിരിച്ചു വരണമെന്ന് ആഗ്രഹിക്കുന്ന ഒരുപാട് പേരിൽ ഏറ്റവും പ്രധാനമായി നിൽക്കുന്നത് അദ്ദേഹം ഇപ്പോൾ രണ്ടാമത് വിവാഹം കഴിച്ച അദ്ദേഹത്തിൻ്റെ ഭാര്യയും 2 മക്കളും തന്നെയാണ്. ആദ്യ ഭാര്യയുടെ മരണം വല്ലാതെ മക്കളെയും അദ്ദേഹത്തിനെയും ഒലിച്ചിരുന്നു. അപ്പോഴാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലേക്ക് ഈ രണ്ടാം ഭാര്യ എത്തിയത്. ആ വിവാഹം പോലും അദ്ദേഹത്തിനെ ഒരുപാട് തകർത്തിരുന്നു. ആ വിവാഹം അത്ര മനോഹരമായി മുന്നോട്ട് പോകുമ്പോഴും പ്രേക്ഷകരുടെ മനസ്സിലെ പല ചിന്തകളും കമൻറ്റായും വിമർശനമായും ഒക്കെ കുറിച്ചതിന് വളരെയധികം പ്രശ്നമായി തന്നെ മാറുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. അത് അദ്ദേഹത്തിൻ്റെ ജീവിതം പോലും നശിപ്പിച്ച രീതിയിലേക്ക് പോയിട്ടുണ്ടായിരുന്നു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും ഓർത്തെടുക്കാൻ പോലും പറ്റാത്തത്ര വിമർശനത്തിലേക്കായിരുന്നു പോയത്. കൃത്യമായി പറഞ്ഞു കഴിഞ്ഞാൽ നടൻ ഉല്ലാസ് പന്തളത്തിന് എന്ത് സംഭവിച്ചു എന്ന ചോദ്യത്തിന് ഇപ്പോഴും ഉത്തരമില്ല. അദ്ദേഹത്തിൻ്റെ അഭിദേകാംക്ഷികളെല്ലാം അന്വേഷിക്കുന്നുണ്ട്. ഇത്രയും നാളും അദ്ദേഹം വല്ല പേഴ്സണൽ കാര്യങ്ങളിലും പെട്ടുകിടക്കുകയായിരിക്കുമെന്നാണ് കരുതിയത്. എന്നാൽ അദ്ദേഹം ഇത്രയും ഒരവസ്ഥയിലായിരുന്നു എന്ന് അറിഞ്ഞിരുന്നെങ്കിൽ ഒരു പക്ഷേ ഓടിയെത്തിയേനെ. ഇതിനു മുൻപേ തന്നെ അദ്ദേഹത്തിൻ്റെ അരികിലേക്ക് എത്താൻ ശ്രമിച്ചേനെ. പക്ഷേ സാധിക്കാതെ പോയതിൽ ക്ഷമിക്കണം. ഇതാണ് പലരും പറയുന്ന ഒരു പ്രധാനപ്പെട്ട വിഷയം. അത്രമാത്രം പ്രേക്ഷകരാണ് ഉല്ലാസ് പന്തളത്തിനെ കുറിച്ച് ചിന്തിച്ചതും ഓർത്തതും. അദ്ദേഹത്തിന് ഇങ്ങനൊരു അവസ്ഥ വരുമെന്ന് ആരും കരുതിയില്ല. അപ്പോഴും വലം കൈയായി നിൽക്കുന്ന ഭാര്യയും ഇടം കൈയിൽ 2 മക്കളുമുണ്ട്. അദ്ദേഹത്തിന് സ്നേഹിക്കുന്ന ഈ 3 ഹൃദയങ്ങൾ മാത്രം മതി. അദ്ദേഹത്തിനെല്ലാം അവിടെയുണ്ട്. ആരാധകരും മിമിക്രി ലോകവും ഈ സ്റ്റേജും എല്ലാം തന്നെ അദ്ദേഹത്തിന് പിന്നിലുണ്ട്. കലയെ ഒരിക്കലും ആർക്കും മാറ്റാൻ സാധിക്കില്ല. അദ്ദേഹം പൂർണ്ണ പിന്തുണയോടെ തന്നെ ഇവരുടെയൊക്കെ സ്നേഹം കൊണ്ട് തന്നെ വീണ്ടും വേദികളിലൊക്കെ സജീവമായി എത്തുമെന്ന് തന്നെയാണ് പ്രതീക്ഷിക്കുന്നത്. അതെല്ലാവരും അങ്ങനെ തന്നെ പ്രതീക്ഷിക്കുന്നതാണ് നല്ലതെന്ന് കൂടി പറയുന്നു. സിനിമ, ഫാഷൻ, ലൈഫ് സ്റ്റൈൽ വാർത്തകൾക്കായി മലയാളി ലൈഫ് സബ്സ്ക്രൈബ് ചെയ്യൂ. ലേറ്റസ്റ്റ് അപ്ഡേറ്റ്സിനായി ബെൽ ബട്ടണും അമർത്തുക.